എന്തോ എനിക്ക് കേസില്ല നാട്ടിൽ. എനിക്ക് യാതാണ് പോലീസുകാരൻ യാതാണ് SI എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അത് പോലീസുകാരൻ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. സേറ്റ് ഒരു വെള്ളം ബാറിക്കാരിൽ ആറ്റിൽ സേറ്റ് വാങ്ങിയാൽ വലിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് പിടിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ആരുണ്ട്? അപ്പൊ ഞാൻ പോലീസിനെ മബ്തിയിൽ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എനിക്ക് 2 അടി അടിച്ചപ്പോ എനിക്ക് ദേഷ്യം. ഞാൻ പിന്നെ അവിടെ ഒരു ചോട പാട്ടിലെടുത്ത് മണ്ട അടിച്ചു കൊടുത്തിട്ട് നോക്കിയപ്പോ അപ്പോഴാണ് എന്റെ ഒരു കൂട്ടുകാരൻ ആളെ ഓടിക്കുക പോലീസാണ്. ഞാൻ നോക്കിയപ്പോ ഇവിടെ നിന്ന് ഓടിയത് എന്റെ നാട്ടിലെ പേരാണ് തിരിഞ്ഞു നോക്കിയത്. എന്റെ അച്ഛന്റെ വീട്ടിൽ പോയാണ് 2 അടി അടിച്ചപ്പോ എനിക്ക് ദേഷ്യം. ഞാൻ പിന്നെ അവിടെ ചോട പാട്ടിലെടുത്ത് മണ്ട അടിച്ചു. ആണെങ്കിൽ പോലും എന്നോട് പറയത്തില്ല ഇതാണ് എന്റെ കൂട്ടുകാരി. ഞാൻ പറഞ്ഞതാ. ഏതായാലും ഇപ്പൊ മദ്യപിക്കുന്നില്ല. ഇപ്പൊ മദ്യപാനം ഉണ്ടോ ശോഭരാജ? മദ്യപാനം ഇപ്പൊ ഇല്ല. വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം, അത്രേ ഉള്ളൂ. വേണ്ട നിങ്ങൾ എപ്പോഴെങ്കിലും കുമ്പസാരിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട്? ഈ തെറ്റുകളൊക്കെ ഏറ്റുപറയാനുള്ള മടികൊണ്ടാണോ? അല്ല. ഇല്ലേ, കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയോ? ഞാൻ ആതുർവാന കഴിഞ്ഞ പിന്നെ പള്ളിയിൽ പോയിട്ടില്ല. ഒരിക്കൽ ഇതുപോലെ കൊണ്ടുവന്നില്ലേ തിരിച്ച്? അതായത് ഒരു പ്രാവശ്യം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്ന ടൈമായിരുന്നു. അപ്പൊ വെളുപ്പിനായിരുന്നു ട്രെയിൻ. അപ്പോൾ ചുമ്മാ റൈഡിന് പോയതാ. റൈഡിന് പോയതാണ്. റൈഡിനോ? എവിടെ? റോട്ടിക്കൂടെ. റൈഡിനോ? എവിടെ? റോട്ടിക്കൂടെ. ഞാൻ പറഞ്ഞു കൊടുത്തില്ല. വാപ്പാട് മക്കള് ഒരു ഷവർമ്മയ്ക്ക് പറഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഒരു ഷവർമ്മ മേടിച്ചു കൊടുക്കാത്ത വാപ്പാനെ മക്കൾ എങ്ങനെ സ്നേഹിക്കും? ഫോൺ സംസാരിച്ചാൽ നിങ്ങൾ ആരായ എന്താ എന്തോട്ട് പരിചയപ്പെട്ടു. എന്നിട്ട് FB ID ചോദിച്ചു. FB അക്കൗണ്ട് ചോദിച്ചു. അങ്ങനെ ചാറ്റിംഗ് ആയി, ഫ്രണ്ട്സ് ആയി. അപ്പൊ അറിയാത്ത ഒരാൾക്ക് FB അക്കൗണ്ട് കൊടുക്കുമ്പോ അത് സേഫ് ആണോ എന്ന് നിങ്ങൾക്ക് തോന്നിയോ? FB അക്കൗണ്ട് അല്ലേ കൊടുത്ത, ഫോൺ നമ്പർ അല്ലല്ലോ. എന്നിട്ട് പോടാലെ തൊഴിച്ചാൽ അയ്യത്തോട് ഇടും, താഴെ അയ്യത്തോട് ഇടും എന്ന് പറഞ്ഞു. തൊട്ട് ഇടിക്കോ അച്ഛൻ. ഞാനത് കേട്ടില്ല പറയാം. എന്റെ അച്ഛൻ എന്റെ കൊച്ചുമോനോട് പറയാം. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതുമായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കിയപ്പോൾ പെങ്ങള് കയറി വന്നു. പെങ്ങള് ഭാര്യയാവടുത്ത താമസം. അവള് കയറി വന്നു. അവളുമായിട്ട് വഴക്കുണ്ടായി. ഞാൻ ചാടിച്ചെന്ന് അവളെ അടിച്ചു. പിന്നെ കണ്ണു കിട്ടിയതിനൊക്കെ പെങ്ങള് മൂത്ത പെങ്ങള് വന്നു, അവളെ അടിച്ചു. കണ്ണു കിട്ടിയതിനൊക്കെ അന്നാണ് ഞാൻ അച്ഛനെ അടിച്ചു. കണ്ണു കിട്ടിയതിനൊക്കെ അന്നാണ് ഞാൻ അച്ഛനെ അടിച്ചു. അല്ലേ? ഇറങ്ങി വന്ന് നിങ്ങളൊക്കെ തേടി ഈ പറയുന്ന സ്ഥലത്തേക്ക് വന്നു അല്ലേ? അല്ല, യാതൊന്നും അറിയാത്ത, എവിടെ നിന്ന് വരുന്ന എന്തോന്നറിയാത്ത ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനുള്ള അത്രയും മഹാമനസ്കത നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടോ? എൻ്റെ അച്ഛനും അമ്മയ്ക്കുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കൈ നോത്ത് ഒരെണ്ണം കൊടുത്താൽ താങ്ങാനുള്ള ശേഷി അതിനുണ്ടോ? എന്റെ തലയ്ക്ക് മേഡം അടിക്കുന്നത്. നീളം കുറഞ്ഞു. ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? എനിക്ക് നന്നായിട്ട് മേരുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടപ്പോ ഓർക്കണായിരുന്നു നീളം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതെ, നിങ്ങൾ ഇരുന്നോണ്ട് തട്ടിയിട്ട് ഈ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്തിരുന്നു നിങ്ങൾ. അതിനൊന്നും സമ്മതിക്കില്ലല്ലോ. അതെങ്ങനെ സമ്മതിക്കാതിരിക്കും? നിങ്ങളുടെ ശാരീരികം വെച്ച് തടി നണ്ടില്ല 2 എണ്ണം മതി. ഒറ്റ അടിക്ക് തല ചുറ്റി വീഴും നിങ്ങള്. ഞാൻ തല്ലിയ വീഴും നിങ്ങള്. ഇല്ല, സംശയമുണ്ടോ? ഒരിക്കലും വീഴില്ല. ഈ ബോഡി ലാംഗ്വേജ് കണ്ടിട്ടൊന്നും പറയാൻ എന്നെ വേണ്ടെന്നാണ് എപ്പോഴും പറയുന്നത്. വേണ്ടെങ്കിൽ വേണ്ട. എപ്പോഴാ മേഡം ഇവിടെ വെച്ച് ഈ പുള്ളിക്ക് എപ്പോഴും കല്യാണം കഴിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. എന്നോട് എപ്പോഴും അതെന്തിനാ? ബാറിൽ എന്തായിട്ടാണ്? ടെൻഡർ ആയിട്ടാണോ? വെയിറ്റർ ആയിട്ട്. എത്ര വർഷം? കുറേ അല്ലേ അവിടെ? 10-15 വർഷമായി അവിടെ. ഇപ്പൊ എത്ര വയസ്സായി? എനിക്കിപ്പോ വയസ്സ് 25. 25. അപ്പൊ 10 വയസ്സിൽ തുടങ്ങി ജോലി?
നിങ്ങൾ ഇത് കേട്ടിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് നിങ്ങൾ പിറ്റേ ദിവസം ഇത് ഓർത്തു വയ്ക്കുന്നു, അടുത്ത ദിവസം ഇതുപോലെ പെരുമാറുന്നു. അങ്ങനെയാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. അതിന് ഒരു വഴിയേ ഉള്ളൂ, ഇവരും കൂടെ മദ്യപിക്കുക.